ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെയും സഹയാത്രികരെയും രക്ഷിക്കാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്റ്റാർലൈനറിന്റെ ഹീലിയം ചോർച്ചയെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസിന്റെയും സഹയാത്രികരുടെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര അനിശ്ചിതത്വത്തിലാണ്. സ്റ്റാർലൈനറിലെ ബഹിരാകാശ സഞ്ചാരികളായ ബാരി ബുച്ച് വിൽമോറും സുനിത വില്യംസും ജൂൺ 13-നകം മടങ്ങിയെത്തുമെന്നായിരുന്നു നാസ മുൻപ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പേടകത്തിലെ ഹീലിയം ചോർച്ചയെ തുടർന്ന് അവർ ഇപ്പോൾ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഇതോടെയാണ് സുനിത വില്യംസിനെയും സഹപ്രവർത്തകനായ ബുച്ച് വിൽമോറിനെയും രക്ഷപ്പെടുത്താൻ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് രംഗത്തെത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്റ്റാർലൈനർ നിർമ്മാതാവായ ബോയിങ് കമ്പനിയുടെ ബഹിരാകാശ എതിരാളിയാണ് മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകവും ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ സുനിതയ്ക്കും വിൽമോറിനും തിരിച്ചുവരാം. ഈ മാസം 5-നാണ് ഇന്ത്യൻ വംശജയായ സുനിതയും സഹയാത്രികൻ ബച്ച് വിൽമോറും ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. 7-ന് ഇവർ നിലയത്തിലെത്തി. 13-ന് തിരിച്ചുവരാനിരുന്നതാണെങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് 26-ന് ആക്കിയിരുന്നു. ഇത് വീണ്ടും മുടങ്ങി. ഈ സാഹചര്യത്തിലാണ് നാസ സ്പേസ് എക്സിന്റെ സഹായം തേടിയേക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. സ്റ്റാർലൈനർ പോലൊരു പേടകത്തിന് പരമാവധി അവിടെ പിടിച്ചു നിൽക്കാനാകുക 45 ദിവസമാണ്. മറ്റ് സ്പേസ് ഏജൻസികളുടെ സഹായത്തോടെ 72 ദിവസം വരെ മുന്നോട്ട് പോകാനായേക്കും. അതിന് തന്നെ കടമ്പകൾ ഏറെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെയും ചരക്കുകളും കൊണ്ടുപോകുന്നതിന് അംഗീകരിച്ച ഏക വാണിജ്യ കമ്പനിയാണ് സ്പേസ് എക്സ്. കമ്പനിയുടെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകം സുനിതയെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബഹിരാകാശ യാത്രകളിൽ എതിരാളിയായ ബോയിങ്ങിന് വലിയ തിരിച്ചടിയാകും സ്പേസ് എക്സിന്റെ ഈ രക്ഷാദൗത്യമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ബഹിരാകാശത്തെ ഗുരുത്വബലം കുറഞ്ഞ സാഹചര്യത്തിൽ ജനിതകമാറ്റം സംഭവിച്ച എൻറ്ററോബാക്ടർ ബുഗാൻഡെൻസിസ് എന്ന മാരക ബാക്ടീരിയയും ബഹിരാകാശ നിലയത്തിൽ ഭീഷണിയാകുന്നു. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ഔഷധങ്ങളെ നിശ്ചലമാക്കുന്ന പ്രതിരോധ ശക്തി ഈ ബാക്ടീരിയയ്ക്കുണ്ട്. ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യത്തിന് ഇത് ഭീഷണിയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. സ്റ്റാർലൈനർ തിരിച്ചെത്തുമ്പോൾ ഈ ബാക്ടീരിയ ഭൂമിയിലുള്ളവർക്കും ഭീഷണിയാകുമെന്നാണ് ആശങ്ക. ജൂൺ 5-ന് യാത്ര തിരിക്കുമ്പോൾ ഒരാഴ്ച തങ്ങി മടങ്ങാനായിരുന്നു പദ്ധതി. ഇതിനിടെ സുനിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത പേടകമായ ബോയിങ് സ്റ്റാർലൈനറിന് നിരവധി തകരാറുകൾ നേരിടേണ്ടി വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ യാത്ര വൈകുന്നത്. ബോയിങ് സ്റ്റാർലൈനർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്നും ഹീലിയം വാതക ചോർച്ചയുണ്ടായി. ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൗത്യം ദുഷ്കരമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമേ തിരിച്ചുവരവുണ്ടാകൂവെന്ന് നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പദ്ധതി മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് അറിയിച്ചു. അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മറ്റ് 7 ക്രൂ അംഗങ്ങൾക്കൊപ്പം ഇരുവരും സുരക്ഷിതരാണെന്നും നാസ വ്യക്തമാക്കി. നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര കൂടിയാണിത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസയോടൊപ്പം ചേർന്ന് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയാണ് സുനിത. നിലവിൽ 322 ദിവസം സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. US നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ സുനിത 1998-ലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുനിതയുടെ 3-ാമത്തെ ബഹിരാകാശ യാത്രയാണിത്.